ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കല്ലേ? നമുക്ക് വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. നമുക്ക് ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 2:30-ക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുമ്പളങ്ങിയിലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ ബ്രൈഡ് ശ്രുതിക്കുട്ടിയാണ് കേട്ടോ. ആള് ആരാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അങ്ങനെ ഞാൻ ആദ്യം ഐ മേക്കപ്പാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫേസ് മേക്കപ്പും തുടങ്ങി. ഞാൻ മേക്കപ്പ് കഴിയുന്നതിന് മുമ്പായിട്ട് മെജോ ക്രിമ്പിംഗ് ഒക്കെ വേഗം തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രൈഡായിരുന്നു കേട്ടോ നമ്മുടെ ശ്രുതിക്കുട്ടി. തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ച മുഖമല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് സ്വീറ്റ് ആയിരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ ബ്രൈഡ്സിൻ്റെ അടുത്ത് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് അവരുമായിട്ട് നമ്മൾ ചിലവഴിക്കുന്നത്. പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ നമ്മുടെ ആരൊക്കെ, അവരിൽ പലരും നമ്മുടെ ആരൊക്കെയോ ഫേവറേറ്റ് ആയിട്ടുള്ള ആരൊക്കെയോ ആയി മാറാറുണ്ട് കേട്ടോ. നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കാനും, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കാനും, അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സിൽ നമ്മളെ വിഷ് ചെയ്യാനും, നമുക്ക് എന്തെങ്കിലും സക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിഷ് ചെയ്യാനും ഒക്കെ ആരൊക്കെയോ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ സർക്കിൾ ഓഫ് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഫാമിലി റിലേറ്റീവ്സ് ആണെങ്കിലും അത്ര അധികം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കാനൊന്നും സത്യം പറഞ്ഞാൽ ആരുമില്ല എന്ന് തന്നെ വേണം കേട്ടോ പറയാനായിട്ട്. പക്ഷേ ഇപ്പോൾ ആരൊക്കെയോ ഉള്ള പോലെ ഒരു ഫീലാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല നല്ല സൗഹൃദങ്ങളും എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മൾ പറഞ്ഞു നിന്ന സമയം കൊണ്ട് തന്നെ ശ്രുതിയുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സാരി ഡ്രൈപ്പിങ്ങിന് നമ്മൾക്ക് നമ്മുടെ സാരി ഡ്രൈപ്പിസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ശ്രുതിയുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഒരു പിക്ക് ഞാൻ ഇട്ട് തരാം. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയത് ചേരാനല്ലൂരാണ് കേട്ടോ. നമ്മുടെ രാവിലെ കണ്ട ബ്രൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു നമ്മുടെ ദേവിക്ക്. ദേവി അധികം ആരോടും അങ്ങനെ സംസാരിക്കാത്ത ഒരു പ്രകൃതമാണ് കേട്ടോ. ദേവി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഗ്ലോയി മേക്കപ്പാണ്. ചേച്ചി, ഞാൻ വെയിലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ സ്കിൻ ഡള്ളാവും എന്നുള്ളതായിരുന്നു ആളുടെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. നമ്മൾ അങ്ങനെ ആൾക്ക് മേക്കപ്പ്, ഡ്യൂയി ഫിനിഷിലെ മേക്കപ്പും ഹെയർ സ്റ്റൈലിങ്ങും എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദേവി ആണെങ്കിലും ശ്രുതി ആണെങ്കിലും രണ്ടുപേരും വെൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമ്മുടെ വർക്കിൽ. എനിക്ക് ടോട്ടലി 3 ലുക്കാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എടുത്തേക്കുന്ന സാരി വന്നിട്ട് അമ്മാവൻ സാരി എന്ന് പറയും. ഈ സാരി എടുത്തിട്ട് വേണം അവർക്ക്, ഇത് അമ്മാവൻ കൊടുക്കുന്ന സാരിയാണ്, ഈ സാരി എടുത്തിട്ട് വേണം അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അതിനുശേഷം അമ്പലത്തിൽ ചെന്നിട്ട് താലി കെട്ടുന്നതിന് മുമ്പായിട്ട് ഗ്രൂമ് തരുന്ന സാരി അത് എടുത്തിട്ട് വേണം താലി കെട്ടാൻ വേണ്ടി. താലി കെട്ടി കഴിഞ്ഞിട്ട് മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് വേറൊരു സാരി. അങ്ങനെ 3 സാരിയാണ് ശ്രുതിക്കുണ്ടായിരുന്നത്. അങ്ങനെ 3 സാരിയുടെയും ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടുകൂടെ ഞാൻ ഏതാണ്ട് ചത്തി ചമഞ്ഞ കോലത്തിലോട്ടായിട്ടുണ്ട്. എൻ്റെ മോന്ത കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ചോറ്റാനിക്കര വരെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ പ്രീ പ്ലീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡും ഗ്രൂമും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ആ സാരി ചേഞ്ചിങ് ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് രണ്ടുപേരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നമ്മൾ ഈ വർക്കിന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോകും, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് അടി പോകും, എല്ലാം പോട്ടോ. എനിക്ക് പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റുന്ന ഒരാളാണ്, പക്ഷേ മേജ് ഒട്ടും വിശപ്പ് സഹിക്കാത്ത ആളാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് നല്ല രീതിക്ക് ആൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതിയുടെ റിസപ്ഷൻ ലുക്കും കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളർ സാരി. ഇത് ഇച്ചിരി ഒതുക്കിയെടുക്കാൻ എനിക്ക് ഇച്ചിരി പാടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പിന്നോട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശ്രുതി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേച്ചി, ഞാൻ ചേച്ചിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് വർക്ക് എന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സുന്ദരിമാരായ 2 ബ്രൈഡ്സിന് നല്ലൊരു ഹാപ്പി ലൈഫ് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇനി നേരെ നമ്മൾ വല്ലാർപാടത്തുണ്ടോ. അപ്പം നമ്മുടെ ശ്രുതിയുടെ ഗ്രൂമിനെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ആളെ പിടികിട്ടുമായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള.